വികാരി, അതുപോലെ തന്നെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, നമ്മുടെ OBBSന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ സൂപ്രണ്ട്, എൻ്റെ സഹാധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നമുക്കിന്ന് ധ്യാന വിഷയം 4ാമത്തെ ദിവസമാണ് അല്ലേ? ഇന്നലെ നല്ലൊരു ധ്യാനം നയിച്ചു നമ്മുടെ ജോർജുമാൻ ടീച്ചർ അല്ലേ? നയിച്ചില്ലേ? ഇന്നത്തെ ധ്യാന വിഷയം എന്ന് പറയുന്നത് കർത്തൃസൗഖ്യം കൂദാശകളിലൂടെ. എന്താണ് കർത്തൃസൗഖ്യം കൂദാശകളിലൂടെ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം അല്ലേ? ധ്യാന വിഷയമാകുമ്പോൾ നല്ല എന്താണ് നമ്മുടെ മനസ്സിന് ചിന്തയും നല്ല എങ്ങനെയായിരിക്കണം? നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ട് അവിടെ ഇവിടെ ചിന്തിച്ചിട്ട് ധ്യാനിക്കാൻ പറ്റുമോ? ഇല്ല. അന്നേരം നിങ്ങളുടെ മനസ്സെല്ലാം നല്ല ക്ലിയർ ചെയ്യുക. എന്നിട്ട് ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് എന്ത് നമ്മുടെ വിഷയം? കർത്തൃസൗഖ്യം കൂദാശകളിലൂടെ. നമ്മുടെ ഇന്ന് അഭിവാദ്യം, നമ്മുടെ തീം തന്നെ എന്താണ്? യേശു സൗഖ്യമാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു തീം എന്ന് പറയുന്നത്. അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് നമുക്കിന്ന് എന്താണ് ധ്യാനിക്കാനായിട്ട് തന്നിരിക്കുന്നത്. കർത്തൃസൗഖ്യം കൂദാശകളിലൂടെ. ഇവരെല്ലാം എന്നെ കളിയാക്കി. ഞാൻ എല്ലാ പ്രാവശ്യം ഇന്ന് മുട്ടായി കഴിച്ചിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അന്നേരം ആൻസർ പറയണം. നമുക്ക് പ്രധാനമായിട്ട് എത്ര കൂദാശകളാണ് ഉള്ളത്? 7 കൂദാശകൾ. മിടുക്കൻ. ഒരാൾ പറഞ്ഞത് ഈ മിഠായി തരാറുണ്ട്. എല്ലാവരോടും ഒരുമിച്ച് പറഞ്ഞതുകൊണ്ട് ഏതൊക്കെയാ 7 കൂദാശകളെന്ന് എല്ലാവർക്കും അറിയാമോ? ഏതൊക്കെയാ? എത്ര പറഞ്ഞിപ്പോ? 5 പറഞ്ഞു. പറയാമോ? ആർക്കെങ്കിലും പറയാമോ? 7 പറയാൻ പറ്റുന്ന ആരുണ്ട്? 5 പറഞ്ഞു. 5 പറയും. ആരെങ്കിലും ഒരാൾ പറഞ്ഞു. എണ്ണീര്. അല്ലേ? പിന്നെ ആർക്കും ഓർമ്മയുണ്ടോ? 2 കൂടെ. കുർബാന. ആരത് പറഞ്ഞേ? ഈ 1 കൂടെ ഉണ്ട്. ചാൻസ് ഉണ്ട്. കുർബാന 1 കൂടെ ഉണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാമോ മക്കളെ? പറയാമോടാ? കുഞ്ഞു ടീച്ചർ പറയട്ടെ. കുമ്പസാരം. ഇതാണ് 7 കൂദാശകൾ. ഇത് യേശു നമുക്ക് കൽപ്പിച്ചു തന്നതും നമ്മുടെ സഭ ക്രമീകരിച്ചതുമാണ് ഈ വിശുദ്ധ 7 കൂദാശകൾ എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ ജീവിതം പൂർത്തീകരിക്കണമെങ്കിൽ ഈ 7 കൂദാശകളിലൂടെ അവൻ കടന്നു പോകണം. കൂദാശകളിലൂടെ ആണ് നമുക്ക് ഈ കർത്തൃസൗഖ്യം ലഭിക്കുന്നത്. അതാണ് നമ്മുടെ തീം. ഈ 7 കൂദാശകളിലൂടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? സൗഖ്യം ലഭിക്കുന്നത്. ആദ്യമായിട്ട് പറഞ്ഞ മാമോദിസ. മാമോദിസയിലൂടെ നമ്മുടെ ജനനത്തിലൂടെയുള്ള പാപങ്ങൾ അല്ലേ? പാപത്തിലല്ലേ നമ്മുടെ അമ്മ നമ്മെ ഗർഭം ധരിക്കുന്നു നമ്മൾ പ്രാർത്ഥനയിൽ ചെയ്യുന്നില്ലേ? ആ ജന്മപാപങ്ങൾ വരെ എല്ലാ മാമോദിസയിലൂടെയും മോറോൺ അഭിഷേകത്തിലൂടെയും. മോറോൺ അഭിഷേകം ചെയ്യുമ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പകരുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യുന്നു? നമ്മളിലേക്ക് പകരുന്നു മോറോൺ അഭിഷേകത്തിലൂടെ. അന്നേരം ആ 2 കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? സൗഖ്യം ലഭിക്കും അല്ലെ? അതുവരെയുള്ള നമ്മുടെ പാപങ്ങൾ മോചിക്കുമ്പോഴാണ് രോഗസൗഖ്യം കിട്ടുന്നത്. നമ്മൾ പഠിച്ചില്ലേ? നിങ്ങൾ പാഠങ്ങളിൽ പഠിച്ചില്ലേ? പാപം എപ്പോഴും യേശു ചെയ്യുമ്പോഴോ ഒരാൾക്ക് സൗഖ്യം കൊടുക്കും. കുരുടനായാലും പശുപാത രോഗിയായാലും ആർക്ക് സൗഖ്യം കൊടുക്കുമ്പോൾ മുമ്പേ ഇതിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് അവന് സൗഖ്യം കിട്ടുന്നത്. അന്നേരം നമ്മുടെ രോഗത്തിനുള്ള കാരണം എന്തുവാ? പാപമാണ് നമ്മുടെ രോഗത്തിന് കാരണം. ആ പാപം കഴുകിക്കളയുകയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാമോദിസയിലൂടെ ആദ്യമേ മാമോദിസയെ മോറോൻ അഭിഷേകത്തിലൂടെ ദൈവം എന്ത് ചെയ്യുന്നു? മോറോൻ അഭിഷേകിച്ചപ്പോൾ ശ്വാസം ഊതുന്ന കണ്ടിട്ടില്ലേ? അച്ഛൻ കുട്ടിയുടെ ദേഹത്തിന് ശ്വാസം ഊതും. അത് എന്തിന്റെ പ്രതീകമാ? എന്തിനാ ശ്വാസം ഊതുന്നേ? ആദിയിൽ ആദാമിനെ സൃഷ്ടിച്ചിട്ട് കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചിട്ട്
ചൈതന്യം കൊടുത്തതാ. എന്നിട്ട് ഈസ്റ്റ് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു അല്ലേ? ഉയർത്തെഴുന്നേറ്റപ്പോഴേ ശ്രദ്ധിച്ചിരിക്കണം മക്കളെ, ഉയർത്തെഴുന്നേറ്റപ്പോഴേ എന്ത് സംഭവിച്ചു? തന്റെ 12 ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് അവർക്കും എന്താണ് അവരെയും എന്താണ് അവരുടെ മേലും ഊതുകയുണ്ടായി. തന്റെ ശ്വാസം, തന്റെ പരിശുദ്ധാത്മാവിന്റെ ആവാസം അവരിലേക്ക് ശ്വാസത്തിലൂടെയാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ ചെയ്ത കർത്തവ്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ശിശുമാർക്ക് കൊടുത്തിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോപണം ചെയ്യുന്നതിന് മുമ്പേ ശിശുമാർക്ക് കൊടുത്ത വരം എന്താണ്? ഇതുവരെ ഈ ഭൂമിയിൽ ഞാൻ ചെയ്ത ശുശ്രൂഷകളെല്ലാം തന്നെ നിങ്ങൾ ചെയ്ത എല്ലാ നാനാജാതിക്കാരെയും ചേർത്തുകൊള്ളാനാണ് പറഞ്ഞത്. ഒന്ന് ചിന്തിച്ചു, ഒരു ജാതിക്കാരെയല്ല, നാനാജാതിക്കാരെയും നിങ്ങൾ ചേർത്തുകൊള്ളുവിൻ എന്നാണ് ആര് പറഞ്ഞത്? യേശു തമ്പുരാൻ. അല്ല, ആ ശ്വാസം ഊതിക്കൊണ്ട് അവരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? യേശു തമ്പുരാൻ അതാ പറയുന്നത്. അതിന് പരിശുദ്ധാത്മാവിന്റെ ആവാസം അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ എന്ത് ഈ 2 അഭിഷേകത്തിലൂടെ നമുക്ക് എന്തുണ്ടാവുന്നു? പാപങ്ങൾ മോചിക്കപ്പെടുന്നു. പാപങ്ങൾ മോചിക്കപ്പെടുന്നതിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? രോഗസൗഖ്യം ലഭിക്കുന്നു. അടുത്തത് എന്ന് പറയുന്നത് കുംഭസാരം. നമ്മൾ ഈ 2 മാമോദിസയും മോറോനും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപങ്ങൾ കഴുകിക്കളയാൻ വേണ്ടിയിട്ട് കർത്താവ് കൽപ്പിച്ചു തന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറയുന്നത് കുംഭസാരം എന്ന് പറയുന്നത് അല്ലേ? കുംഭസാരം അച്ഛന് കുംഭിച്ചു നിന്നിട്ട് നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം ദൈവത്തിന്റെ പ്രതിനിധിയായ ആ പുരോഹിതനോട് നമ്മൾ ഏറ്റു പറയുന്നു. പുരോഹിതന് ദൈവം യേശു തമ്പുരാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? പാപമോചനം നൽകുന്നതിനുള്ള ഒരു അംഗീകാരം പുരോഹിതന് കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അന്നേരം അവിടെ മധ്യസ്ഥനായി നിന്നുകൊണ്ട്, ദൈവത്തിനും നമുക്ക് മധ്യസ്ഥനായി നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു എന്താണ്? നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഇതുവരെയുള്ള പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, ഇനി എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുതെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുംഭസാരത്തിലൂടെ നമ്മുടെ മനസ്സിന്, നമ്മൾ ആദ്യമേ പറഞ്ഞു മനസ്സിന് ആരോഗ്യം വരുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചേ. പിന്നീട് മനസ്സിന് ആരോഗ്യം മോചിക്കുമ്പോൾ അല്ലെ? അത് ഏതിനൊക്കെയാ പാപമോചനം ഉണ്ടാകുന്നത്? ഏതിനൊക്കെ എന്താ ഇത് ഉണ്ടാവുന്നത്? സന്തോഷം ഉണ്ടാകുന്നത്? മനസ്സ്, ശരീരം, ആത്മാവ്. ഈ 3 കാര്യങ്ങൾക്ക് എന്തെന്നുള്ള സന്തോഷം ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ ആരോഗ്യം അല്ലെങ്കിൽ നല്ല സന്തോഷാവസ്ഥ എന്ന് പറയുന്നത് അല്ലെ? ഇത് 3 അങ്ങനെ നമ്മൾ കുംഭസാരം നടത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെല്ലാം എന്ത് ചെയ്യുന്നു? മോചിക്കപ്പെടുന്നു. ഇത് ചിന്തിച്ചു നോക്കി. അതിന്റെ തെറ്റുകൾ മോചിക്കപ്പെടുമ്പോൾ മനസ്സിന് സന്തോഷം ഉണ്ടാവും. മനുഷ്യന്റെ പകുതി നമ്മളിൽ ബാധിച്ചിരുന്ന രോഗം അവിടെ ഇല്ലാതാകുന്നു. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത്, ഇതിനകത്തിലൂടെ പഠിക്കാനുള്ളത്, ഞാൻ ആകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. അങ്ങനെ ഈ കൽപ്പന ആരാക്കി നൽകിയതാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ കൽപ്പന ഞാൻ വിശുദ്ധനാക്കിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. യഹോവ ദൈവം ആർക്ക് നൽകിയതാ? ഇസ്രായേൽ മക്കൾക്ക്, ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ സന്ദേശമാണ് ഞാൻ വിശുദ്ധരാകുകയും നിങ്ങൾ എന്ത് ചെയ്യുക. അത് നിങ്ങൾക്ക് ലേവ്യ പുസ്തകം 11:45 നോക്കിക്കഴിഞ്ഞാൽ വായിക്കാൻ പറ്റാത്ത കിടന്നുണ്ട് കേട്ടോ. അന്നേരം ലേവ്യ പുസ്തകം 11:45 പിടിച്ചെന്ന് നോക്കിയാൽ മനസ്സിലാവും ഇസ്രായേൽ മക്കൾക്ക് ആര് കൊടുക്കുക? യേശു തമ്പുരാൻ പറഞ്ഞു ഞാൻ വിശുദ്ധനാക്കിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് നമുക്ക് ഈ മാമോദിസയിലൂടെയും മോറാന അഭിഷേകത്തിലൂടെയും കുംഭസാരത്തിലൂടെയും വിശുദ്ധ കുർബാനാനുഭവം, ഈ വിശുദ്ധ കുർബാനാനുഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് അടുത്ത കുദാശ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? കുർബാന എന്ന് പറയുന്നത് എന്താണ്? യേശുവിന്റെ തിരുരക്തമാണ് അല്ലെ? ശരീരവും രക്തവുമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അതിലൂടെയും നമുക്ക് എന്തെന്നുണ്ടാവും? പാപമോചനം ഉണ്ടാവും. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് രോഗസൗഖ്യം ഉണ്ടാവും അല്ലെ? അതുകൊണ്ട് എന്ന് പറഞ്ഞ കുർബാന എന്ന് പറയുന്നത് അമർത്യതയുടെ ഔഷധമാണ്. ആരും മറന്നു പോകരുത്. കുർബാന എന്ന ജീവിതം നിങ്ങൾ മരണം വരെ മരിക്കുന്നവരെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അമർത്യനായിരിക്കാൻ നീ കുർബാന കൊള്ളണം. അമർത്യം എന്ന് പറഞ്ഞാൽ എന്താ? മരണമില്ലാത്ത അവസ്ഥ. അതിനെയാണ് അമർത്യം. മരണമില്ലാത്തവർ. അമർത്യാവസ്ഥ കൈവരിക്കണമെങ്കിൽ ഈ കുർബാന പുഷ്കരണം. അന്ന് നമ്മൾ ചോദിക്കും, ഈ നമ്മളെല്ലാവരും പോയി കുർബാന എടുത്തിട്ട് നമ്മൾ മരിക്കുന്നല്ലോ എന്ന് ചോദിക്കും. നിങ്ങൾ ചോദിക്കത്തില്ല? എനിക്കൊരു ചോദ്യം വരും, എന്തുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നേ?
നമ്മൾ വീണ്ടും പാപം ചെയ്യുമോ? കുർബാനയോട് ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മുടെ രോഗം ഇരട്ടി. കുർബാന കൊണ്ടിട്ട് വീണ്ടും നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ രോഗം വർദ്ധിക്കും. നമ്മുടെ രോഗം വർദ്ധിക്കും. അങ്ങനെ ദൈവം കൽപ്പിച്ചായിട്ട് നീ നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നീ കുർബാന ഭക്ഷിച്ചു കഴിഞ്ഞാൽ നീ അമർത്യനായിട്ടിരിക്കും. അമർത്യൻ ജീവനുള്ളവനായിട്ട് നിലനിൽക്കും. ഈ ഭൂമിയില് ഇഹലോക സ്വർഗത്തില് നിന്റെ അമർത്യനായിട്ട് നിലനിൽക്കാനായിട്ടുള്ള അവസരം ഏതാണ് കിട്ടുന്നത്? കുർബാനയിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത്. മനസ്സിലായോ? എന്തിലൂടെയാണ് സാധ്യമാകുന്നത്? കുർബാന അനുഭവത്തിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത്. അതിന് ഈ കുർബാനയിൽ നമ്മൾ പല വിശേഷണങ്ങൾ നൽകുന്നുണ്ട്. കുർബാനയ്ക്ക് പറയുന്നത് തീക്കട്ടയോട് ഉപമിച്ചിരിക്കുന്നു. അതായത് ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യനെന്ന യെശയ്യാ പ്രവാചകൻ പറഞ്ഞപ്പോഴാ ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ. നമ്മുടെ അതരം കൊണ്ട് നമ്മൾ ദിനം പ്രതി നമ്മൾ പാപം ചെയ്യുന്നത്. അതിന് യെശയ്യാ പ്രവാചകൻ പറയുന്നത് ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ഞാൻ എന്റെ അതരം കൊണ്ട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് തീക്കട്ട ഇറക്കി അവനെ ശുദ്ധീകരിച്ചു. അതിന് കുർബാനയ്ക്ക് നമുക്ക് വേറൊരു പദം ഉപയോഗിക്കാം, തീക്കട്ട. കുർബാനയ്ക്ക് യേശുദമ്പുരാന്റെ ശരീരവും രക്തത്തിന് പറയുന്ന ഒരു വാക്കാണ് തീക്കട്ട. മറന്നുപോലെ ആ തീക്കട്ട എന്ന് പറയാൻ കാരണം എന്താണ്? യെശയ്യാ പ്രവാചകൻ പറഞ്ഞു എന്റെ അതരങ്ങൾ കൊണ്ട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴെന്ത് പറഞ്ഞു? യേശുദമ്പുരാൻ എനിക്ക് ആ പാപം മോചിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് തീക്കട്ട ഇറക്കിയാണ് ആ യെശയ്യാ പ്രവാചകനെ ശുദ്ധീകരിക്കുന്നത്. രണ്ടാമത് നമുക്ക് പറയാൻ സാധിക്കുന്ന ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. രണ്ടാമത് യേശുദമ്പുരാൻ പറയുന്ന ഒരു വാചകമാണ് ഞാനിത് ജീവന്റെ അപ്പമാകുന്നു, ഈ അപ്പം ഭക്ഷിക്കുന്നത് എന്നേക്കും ജീവിക്കും. അങ്ങനെ വിശുദ്ധ കുർബാനയെ നമ്മൾ ജീവന്റെ അപ്പം എന്ന് വിശേഷിപ്പിക്കാം. ഒന്നാമത്തെ വിശേഷണം തീക്കട്ട എന്ന് കുർബാനയെ വിശേഷിപ്പിക്കാം. രണ്ടാമത്തത് ജീവന്റെ അപ്പം എന്ന് വിശേഷിപ്പിക്കാം. ജീവൻ അതായത് അമർത്യതയുടെ ഔഷധം, മരണമില്ലാത്ത ഔഷധം എന്ന് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ വേറെ പദം കൂടി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. പറുദീസയിൽ ആദാം രുചിക്കാത്ത ജീവവൃക്ഷത്തിന്റെ ഫലമായിട്ട് കുർബാന. യേശുദമ്പുരാൻ ആദ്യമേ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഏതൻ തോട്ടത്തിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യുക? ഭക്ഷിക്കുക. ആ വൃക്ഷത്തിന്റെ ഫലമായിട്ട് നമുക്ക് എന്തോതിനെ സങ്കല്പിക്കാൻ സാധിക്കും? കുർബാനയെ സങ്കല്പിക്കാൻ സാധിക്കും. അതിന് ഞാൻ മൂന്ന് പദങ്ങളാണ് കുർബാനയ്ക്ക് പകരം പറഞ്ഞത്. ഒന്നത് തീക്കട്ട, രണ്ട് ജീവന്റെ അപ്പം, മൂന്ന് ജീവവൃക്ഷത്തിന്റെ ഫലം. ജീവവൃക്ഷത്തിന്റെ ഫലം മൂന്ന് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് കുർബാനയ്ക്ക് പറയുന്നത്? ഒന്ന് പറഞ്ഞേ. തീക്കട്ട, ജീവന്റെ അപ്പം, ജീവവൃക്ഷത്തിന്റെ ഫലം. ഇത് മൂന്നുമായിട്ട് നമുക്ക് എന്തിനെ സങ്കല്പിക്കാം? കുർബാനയെ നമുക്ക് സങ്കല്പിക്കാനായിട്ട് സാധിക്കും. അത് തന്നെ പിന്നെ നമ്മൾ പറഞ്ഞു ഈ വിശുദ്ധ കുർബാന. നമ്മൾ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ എന്ത് കാണാം? വിശുദ്ധ പട്ടത്തോ എല്ലാവർക്കും പറ്റത്തില്ല. ആചാര്യന്മാർക്ക് മാത്രമേ ആ കൂദാശ ലഭിക്കുകയുള്ളൂ. ആചാര്യന്മാർ, പുരോഹിതന്മാർക്ക് മാത്രമേ വിശുദ്ധ പട്ടത്വം ലഭിക്കുകയുള്ളൂ. പിന്നെ വിവാഹ ജീവിതം, അത് ഒരു കൂദാശയായിട്ടാണ് നമ്മൾ കാണുന്നത്. വിവാഹ ജീവിതവും നമ്മൾ ഒരു പവിത്രമായ ഒരു കൂദാശയായിട്ടാണ് നമ്മുടെ സാധാരണക്കാരായ മനുഷ്യർക്ക് നൽകുന്ന ദൈവം നൽകുന്ന ഒരു കൂദാശയാണ് എന്ന് പറയുന്നത് വിവാഹ ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവിതം തന്നെ നമ്മൾ കൂദാശകളായിരിക്കണം. എന്താണ്? വിവാഹ ജീവിതത്തിലൂടെ നമ്മൾ ഈ അനുവർത്തിച്ചിരിക്കുന്ന സഭ ക്രമീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ യേശുദമ്പുരാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്ന 7 കൂദാശകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു കൂദാശയായി മാറും. ഈ കൂദാശയിലൂടെ നമുക്ക് രോഗസൗഖ്യം ലഭ്യമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. നമ്മളൊരു നല്ല ശമരിയാക്കാരനോട് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ഒരു കൂദാശയാക്കി മാറ്റുന്നത്? യേശുദമ്പുരാൻ നമ്മളെ എങ്ങനെ പഠിപ്പിച്ചേ? മറ്റുള്ളവരെ സ്നേഹിക്കുക. ഒന്നാമത്തെ ഇന്ത്യ സ്നേഹിക്കുക, അതുപോലെ തന്നെ സഹായിക്കുക, അല്ലെ ആശ്വസിപ്പിക്കുക. ഇതിലൂടെയൊക്കെ നമുക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. നമ്മുടെ മാതാപിതാക്കളെ ആയാലും രോഗാവസ്ഥയിൽ ഇരിക്കുന്നവരെ ആയാലും ശുശ്രൂഷിക്കുക. ഇതിലൂടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിലെ കൂദാശ, അതൊരു കൂദാശയാണ്, ജീവിതമാകുന്ന കൂദാശ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് എന്ത് കിട്ടുമെന്നാ പറഞ്ഞേ? രോഗസൗഖ്യം കിട്ടും. നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടും, അല്ലെ? അതിലൂടെ നമുക്ക് രോഗസൗഖ്യം കിട്ടും. പിന്നെ വചന ശുശ്രൂഷയും കൂദാശയാണ്. ദൈവത്തിന്റെ വചനങ്ങൾ മറ്റുള്ളവർക്ക്
പറഞ്ഞു കൊടുക്കുന്നത് ഒരു കൂദാശയായിട്ടാണ് കാണപ്പെടുന്നത്. വചന ശുശ്രൂഷയും എന്താണ്? കൂദാശയാണ്. നമുക്ക് ഈ കിട്ടുന്ന അറിവുകൾ, നിങ്ങൾ ഈ കുഞ്ഞുനാൾ മുതൽ പഠിക്കുന്ന ഈ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ ഒരു ശുശ്രൂഷയാണ്, വചന ശുശ്രൂഷ. അതിലൂടെയും നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യും? മോചിക്കപ്പെടും. അങ്ങനെ പാപം മോചിക്കുമ്പോൾ നമ്മുടെ എന്ത് മാറും? രോഗസൗഖ്യം ഉണ്ടാവും. പാപം മോചിക്കുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാവും. അതും ജീവിതം എന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും നല്ല ഔഷധ മൂല്യമുള്ള തൈലത്തിനേക്കാൾ ഏറ്റവും ഫലപ്രദമാണ്, നമ്മുടെ രോഗം സൗഖ്യമാക്കാൻ പറ്റുന്ന ഔഷധത്തിനേക്കാളും ഏറ്റവും ഫലപ്രദമായ മരുന്നാണ് തിരുവചനം എന്ന് പറയുന്നത്. നമുക്ക് രോഗമുള്ള അവസരങ്ങളിൽ, നിങ്ങൾ ശ്രദ്ധിക്കണേ, രോഗമുള്ള അവസരങ്ങളിൽ നമ്മുടെ തിരുവചന ഗ്രന്ഥം, നമ്മുടെ തിരുവചനം വായിക്കുകയാണെങ്കിൽ നമുക്ക് രോഗസൗഖ്യം ലഭിക്കും. അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോക്രിഫ ഗ്രന്ഥത്തിലെ മഹാജ്ഞാന പുസ്തകത്തിൽ പ്രകാരം പറയുന്നു, ഔഷധ മൂല്യങ്ങളോ തൈലങ്ങളോ അല്ല അവരെ രക്ഷിച്ചത്, തിരുവചനം മാത്രമാണ്. അന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ എന്ത് ചെയ്യണം? രോഗം വന്ന ഉടനെ ഇവിടെ മരുന്നാ കഴിക്കുന്നത് അല്ലേ? പക്ഷെ അതാണ് പെന്തക്കോസ്തുകാർ പറയുന്നത് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നതിന് കാരണം അതാണ്. തിരുവചനത്തിലൂടെ സൗഖ്യം തരാമെന്ന തിരുവചനം യഥാർത്ഥമായി ധ്യാനിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന മനുഷ്യന് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ആ തിരുവചനം തന്നെയാണ് അവന്റെ മരുന്നെന്ന് പറയുന്നത്. അവന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ട അവന്റെ രോഗസൗഖ്യം ലഭ്യമാകും. അങ്ങനെ മനസ്സിലായോ തിരുവചനം എങ്ങനെ രോഗസൗഖ്യം നൽകുന്നുവെന്ന് അല്ലേ? പിന്നെ നമ്മുടെ 2 സെക്കൻഡോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ മക്കളെ സമയമില്ല. രോഗങ്ങളുടെ നടുവിലും ദൈവത്തോടൊപ്പം മധുവിധം ആഘോഷിച്ച ഒരു വ്യക്തിയുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളുടെ ധ്യാനപുസ്തകത്തിൽ പറയുന്നുണ്ട്. രോഗങ്ങളുടെ നടുവിലും മധുവിധു ആഘോഷിച്ച വ്യക്തി. മധുവിധു എന്ന് പറയുമ്പോൾ ഏറ്റവും ജീവിതത്തിലെ സന്തോഷപ്രദമായ നിമിഷങ്ങളായിട്ടാണ് മനുഷ്യൻ കഴിക്കുന്നത് അല്ലെ? അതിന് അത്രയും സന്തോഷപ്രദമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അത് ആരാണെന്ന് അറിയാമോ? നമ്മുടെ ഏറ്റവും നല്ല സ്തേഫാനോസ് മാർ തെയോദോസിയോസ് മെത്രോപൊലിത്തയുടെ സന്തത സഹചാരിയായിരുന്ന ഡോക്ടർ എബ്രഹാം ഉമ്മൻ അല്ലെങ്കിൽ ആബു അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അച്ഛനുണ്ടല്ലോ, അച്ഛൻ തിരുമേനിയുടെ സന്തത സഹചാരിയായിരുന്നു. തിരുമേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലെല്ലാം തന്നെ അവിടെയെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കുഞ്ഞാടുകൾക്ക് വെളിച്ചം പകർന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ ഇദ്ദേഹം നമ്മുടെ നാഗ്പൂർ സെമിനാരിയിലാണ് അദ്ദേഹം പഠിച്ചത്. നമ്മുടെ കോട്ടയം സെമിനാരിയിൽ അധ്യാപകനായിട്ട് അദ്ദേഹം അബുവച്ചൻ ഇരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്നാണ്, അനേകം രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അദ്ദേഹത്തിന് വന്നു. അനേകം രോഗങ്ങൾ. ആദ്യമായിട്ട് ഹൃദ്രോഗമുണ്ടായി, അതിനെ തുടങ്ങി ഡയബറ്റിക്കായി, പിന്നെ അതിന് ഹാർട്ടിന് പ്രോബ്ലമായി, അതുകൊണ്ട് ഹാർട്ടിന് സർജറി ചെയ്യേണ്ടി വന്നു. അതിനെ തുടർന്ന് പിന്നെ അദ്ദേഹത്തിന് എന്തുണ്ടായി? ഡയാലിസിസ്, വൃക്ക തകരാറിലായി, അതിന് ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. ഡയാലിസിസ് ചെയ്തത് പിന്നെ വൃക്ക മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. അതിനിടയ്ക്ക് തിമിരം ബാധിച്ചു കണ്ണ് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, അദ്ദേഹത്തിന് കാലൊടിഞ്ഞ് കിടക്കി ശുശ്രൂഷിക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹം ഒത്തിരി ഹോസ്പിറ്റലുകൾ പറയുന്നു, വെല്ലൂർ മെഡിക്കൽ കോളേജ്, പരിമല ഹോസ്പിറ്റൽ, ലേക്ഷോർ, അവിടെ എല്ലാം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. ദൈവത്തിന്റെ സന്തത സഹചാരിയായിരുന്നു. നമ്മളിപ്പം പറയും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. രോഗം തരുന്നത് ദൈവത്തിനെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടിയാണ്, ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ്. അന്നേരം അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഞാൻ വെന്റിലേറ്ററിലായിരിക്കുമ്പോഴാണ്, ഞാൻ രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ ഞാനും എൻ്റെ പിതാവും ഒറ്റയ്ക്കിരുന്ന ഞങ്ങൾ തങ്ങളിൽ മധുവിധു ആഘോഷിച്ചു എന്നവർ. അദ്ദേഹം പറഞ്ഞ ആ രോഗാവസ്ഥയിൽ ആ വ്യക്തി പറഞ്ഞത്, ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ദൈവവുമായിട്ട് അടുക്കാനുള്ള അവസരമായിരുന്നു ഞാൻ വെന്റിലേറ്ററിൽ കിടന്ന അവസ്ഥ. അവിടെ അങ്ങനെ എൻ്റെ ചുറ്റും ആരുമില്ല, എൻ്റെ സഹായത്തിന് ആരുമില്ല, ഞാനും ദൈവവും മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയിൽ ഞാനും ദൈവവുമായിട്ട് അവിടെ എന്താ ആഘോഷിച്ചു എന്നാ പറയുന്നത്? മധുവിധു ആഘോഷിച്ചു. ദൈവവുമായിട്ട് ഏകാന്തം. പറഞ്ഞാൽ എനിക്ക് ഈ രോഗം തന്നത് എന്നെ ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തൈലാഭിഷേകം നടത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് വെന്റിലേറ്ററിൽ നിന്ന് മുക്തനാകാൻ സാധിച്ചത്. അങ്ങനെ രോഗശാന്തിക്ക് തൈലാഭിഷേകം നല്ലതാണ്. നമ്മൾ പലർക്കും രോഗം പെട്ടെന്ന് വിടുതൽ കിട്ടും. തൈലാഭിഷേകം നടത്തുമ്പോൾ പലപ്പോഴും രോഗം വിടുതൽ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് രോഗത്തിനുള്ള മരുന്നാണ് എന്ന് പറയുന്നത് തൈലാഭിഷേകം എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ എത്രയും കാര്യങ്ങൾ നമ്മളിപ്പം പഠിച്ച് രോഗശാന്തിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞ് വിശുദ്ധ കൂദാശകളിലൂടെ 7 കൂദാശകളാണ് നമുക്കുള്ളത്. ആ 7 കൂദാശകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് രോഗസൗഖ്യം ലഭ്യമാകും. അതെങ്ങനെയാണ് രോഗസൗഖ്യം ലഭ്യമാകുന്നത്?
പാപങ്ങൾ മോചിക്കപ്പെടുമ്പോഴാണ് രോഗസൗഖ്യം ലഭ്യമാകുന്നത്. നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയം ഒത്തിരി അതിക്രമിച്ചു. അതുകൊണ്ട് നമുക്കന്നേരം ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട്, ഞാൻ പറഞ്ഞത് പ്രാർത്ഥന ചെല്ലണേ, ചെല്ലുമോ മക്കളാരും? ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ ധ്യാന ചിന്ത അവസാനിപ്പിക്കാം. ലോകങ്ങളുടെ ദൈവനായ തമ്പുരാനെ, രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരത്താൽ എന്റെ ശരീരം വിശുദ്ധീകരിക്കപ്പെടുവാനും പാപപരിഹാരം നൽകുന്നതിനും നിന്റെ രക്തത്താൽ എന്റെ ആത്മാവ് പ്രശോഭിപ്പിക്കുവാനും എന്നെ യോഗ്യനാക്കണമേ.